രാധേ രാധേ കൃഷ്ണ. അഹല്യാദേവിയുടെ കഥ കേട്ടാലോ? വിശ്വാമിത്രൻ ഒരു മഹായജ്ഞം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ രാക്ഷസന്മാരുടെ ശല്യം കാരണം യജ്ഞത്തിന് തടസ്സമുണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാമിത്രൻ ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും സംരക്ഷണത്തോടുകൂടി മഹായജ്ഞം ചെയ്യാൻ വേണ്ടി അയോധ്യയിൽ നിന്നും ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ മഹായജ്ഞമെല്ലാം മംഗളമായി നടന്നു. യജ്ഞത്തിന് ശേഷം മിഥിലാപുരിയിലോട്ട് പോകുന്ന വിശ്വാമിത്രൻ ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും കൂടെ കൂട്ടുന്നു. അങ്ങനെ പോകുന്ന വഴി ഒരു പർണശാലയിലെത്തും. വൃത്തിയില്ലാത്തതും ഐശ്വര്യമില്ലാത്ത ഒരു ആശ്രമം. അപ്പോൾ ശ്രീരാമൻ ചോദിക്കും, ഗുരു, എന്തുകൊണ്ടാണ് ഈ ആശ്രമം ഇത്രയും വൃത്തികെട്ടതും ഐശ്വര്യഹീനമായിട്ട് കിടക്കുന്നത്? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കും, ഈ പർണശാല ഗൗതമമുനിയുടേതാണ്. ഇപ്പോൾ ഇവിടെ ഈ പർണശാലയ്ക്കുള്ളിൽ ഗൗതമമുനിയുടെ പത്നി അഹല്യാദേവി മാത്രമേ ഉള്ളൂ. അതും അവരൊരു ശില പോലെ അതിനുള്ളിൽ തപസ് ചെയ്തു വരികയാണ്, ഒരു തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ അഹല്യാദേവിയുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ബ്രഹ്മദേവൻ്റെ മകളാണ് അഹല്യാദേവി. ദേവസ്ത്രീകളെക്കാട്ടിലും സൗന്ദര്യവും സദ്ഗുണങ്ങളും ഉള്ളവൾ. ഇത്രയും സൗന്ദര്യവും സദ്ഗുണങ്ങളും ഉള്ള തൻ്റെ മകൾ അഹല്യാദേവിയെ ഉത്തമനായ ഒരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നു ബ്രഹ്മദേവൻ. ഇതിനിടയിൽ ദേവേന്ദ്രന് അഹല്യാദേവിയോട് വലിയ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ബ്രഹ്മദേവൻ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് ആ വ്യക്തിക്കായിരിക്കും തൻ്റെ മകളായ അഹല്യാദേവി വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ ദേവന്മാർ, ഗന്ധർവന്മാർ, മനുഷ്യർ ഒക്കെ വന്നു ചേർന്നു. അപ്പോഴാണ് താപസ ശ്രേഷ്ഠനായ ഗൗതമമുനിയും അവിടെ എത്തിച്ചേരുന്നത്. ഗൗതമമുനിയെ കണ്ട ഉടനെ ദേവന്മാർ പരിഹസിക്കാൻ തുടങ്ങി. ഈ സന്യാസിമാർക്കൊക്കെ വല്ലയിടത്തും പോയിരുന്ന് തപസ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ ഗൗതമമുനിയാകട്ടെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് ബ്രഹ്മദേവൻ ആ സദസ്സിലോട്ട് വന്നിട്ട് പറയുന്നത്, ആരാണോ ഈ ഭൂമി പ്രദക്ഷിണം ചെയ്ത് ആദ്യം വരുന്നത് അവർക്കാണ് എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക. അത് കേട്ടതും അവിടെ വന്നു ചേർന്ന ഗൗതമമുനി ഒഴികെ എല്ലാവരും തൻ്റെ വാഹനവും എടുത്ത് ഭൂമി പ്രദക്ഷിണം ചെയ്യാൻ പോയി. ഗോമാതാവിൻ്റെ രൂപത്തിലാണ് ഭൂമി ദേവി എപ്പോഴും ഭഗവാനോട് തൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ പോകാറുള്ളത്. അതിനാൽ ഗൗതമമുനി വളരെയധികം ഭക്തിയോടുകൂടി അവിടെ നിന്ന് കാമധേനുവിനെ പ്രദർശനം വെച്ചിട്ട് മറ്റു മത്സരാർത്ഥികൾ വന്ന് ചേരുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവനും സന്തോഷമായി, ഇത്രയും നല്ലൊരു ഉത്തമനായ വ്യക്തിക്ക് തൻ്റെ മകളെ കൊടുക്കാൻ പറ്റിയതിൽ. അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൗതമമുനിയും അഹല്യാദേവിയും ഗംഗാതീരത്ത് ഒരാശ്രമമൊക്കെ പണിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. അതേസമയം ദേവേന്ദ്രന് വലിയ ദേഷ്യമായി. അല്ലേലും അതങ്ങനാണല്ലോ, ആഗ്രഹ സാഫല്യം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അടുത്ത ഇമോഷൻ വരും, ദേഷ്യം. അങ്ങനെ ദേവേന്ദ്രനും ദേഷ്യമായി. ദേവേന്ദ്രന് വാശിയായി, തനിക്ക് അഹല്യാദേവിയെ എങ്ങനെയും പ്രാപിക്കണം. അതിന് അവസരം നോക്കി വരികയാണ്. ആ സമയത്താണ് ഗൗതമമുനി ഒരു കഠിനമായ വ്രതം എടുക്കാൻ തീരുമാനിക്കുന്നത്, ബ്രഹ്മചര്യ വ്രതം. ഈ കഠിന വ്രതം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗൗതമമുനിക്ക് ഇന്ദ്രപദവി പോലും ലഭിക്കും. ഇതുകൂടി അറിഞ്ഞ ദേവേന്ദ്രന് ആകെ ദേഷ്യമാകും. അഹല്യാദേവിയും കിട്ടിയില്ല, ഇനിയിപ്പോൾ ഈ വ്രതം കൂടെ കഴിഞ്ഞാൽ എൻ്റെ പദവി കൂടി അവൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്തിട്ടായാലും സാരമില്ല, ഇത് തടയണം എന്ന് മനസ്സിലുറപ്പിച്ച ദേവേന്ദ്രൻ ഒരു പദ്ധതി കണ്ടുപിടിക്കും. ഗൗതമമുനിയുടെ വ്രതത്തിലൂടെ നേടിയെടുത്ത പുണ്യമെല്ലാം കളയിപ്പിക്കണം. അതിന് ദേവേന്ദ്രൻ കണ്ടുപിടിക്കുന്ന വഴിയാണ് അഹല്യാദേവിയുടെ പാതിവ്രത്യം കളയിക്കുക. അഹല്യാദേവിയുടെ പാതിവ്രത്യം നശിച്ചു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഗൗതമമുനി അഹല്യാദേവിയെ ശപിക്കും. അതോടെ പുണ്യമെല്ലാം നശിക്കും. ഇത് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ ദേവേന്ദ്രൻ ഒരു ദിവസം ആശ്രമത്തിൻ്റെ പരിസരത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വന്ന് ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലിരുന്ന് കൂവാൻ തുടങ്ങി. ബ്രഹ്മമുഹൂർത്തമായെന്ന് കരുതി ഗൗതമമുനി കുളിക്കാനും സൂര്യ നമസ്കാരത്തിനും വേണ്ടി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഗൗതമമുനിയുടെ രൂപത്തിൽ ദേവേന്ദ്രൻ ആശ്രമത്തിൽ വരികയും അഹല്യാദേവിയെ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ഗൗതമമുനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം കാണുന്നത് സ്വന്തം രൂപത്തിൽ വേറൊരാൾ ആശ്രമമുറ്റത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദേവേന്ദ്രനാണെന്നും അവിടെ നടന്നതെല്ലാം എന്താണെന്നും തപസ്സാൽ ആർജിച്ച ശക്തിയാൽ മനസ്സിലാക്കുകയും ചെയ്തു. ശരീരം മുഴുവനും സഹസ്ര കണ്ണുകളാൽ നിറയട്ടെ എന്ന് ദേവേന്ദ്രനെ ശപിച്ചു. തെറ്റു ചെയ്തതിനാൽ ദേവിയെയും ശപിക്കുകയാണ്, ഒരു ശില പോലെ ഈ ആശ്രമത്തിൽ തന്നെ ഇരുന്നു പോകട്ടെ എന്ന്. ഇങ്ങനെ ശില പോലെ ഇവിടെ ഇരുന്ന് ഭഗവാനെ മനസ്സിലോർത്ത് കഴിയുക. എന്നാണോ ശ്രീരാമസ്വാമി വന്ന് സ്പർശിക്കുന്നത് അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഗൗതമമുനി ആശ്രമം വിട്ട് പോവുകയാണ്. അന്നു മുതൽ അഹല്യാദേവി ആശ്രമത്തിനുള്ളിൽ ഒരു ശിലയായി മാറുകയും ദേവിയുടെ ഉള്ളിൽ ഭഗവാനെ ഓർത്ത് കഴിഞ്ഞു വരികയും ചെയ്യുന്നു.
അഹല്യാദേവിയുടെ ഈ കഥകൾ അത്രയും അറിഞ്ഞപ്പോൾ ശ്രീരാമസ്വാമിക്ക് ദേവിയോട് കരുണ തോന്നി. ശിലയായി മാറിയ അഹല്യാദേവിയെ പോയി സ്പർശിച്ചുണർത്തുകയും ദേവിക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു. ഇതാണ് അഹല്യാദേവിയുടെ കഥ. ഈ പറഞ്ഞതിൽ എന്തേലും തെറ്റുകളുണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. രാധേ രാധേ കൃഷ്ണ.